കേരളത്തിന്റെ നെഞ്ചുലച്ച് വയനാട് മുണ്ടക്കൈയും ചൂരൽമലയും തെരച്ചിലും രക്ഷാപ്രവർത്തനവും ഇന്നും തുടരും. ഉരുൾപൊട്ടലിൽ മരണം 264 817 പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ. ഇതുവരെ 1592 പേരെ രക്ഷപ്പെടുത്തി. മണ്ണിനടിയിൽ കൂടുതൽ പേർ കുടുങ്ങിക്കിടക്കുന്നതായി ആശങ്ക. ആശുപത്രികളിൽ സങ്കടക്കാഴ്ച. ജീവനറ്റ ഉറ്റവരെ തിരിച്ചറിഞ്ഞ ഹൃദയം നുറുങ്ങി ബന്ധുക്കൾ. മുണ്ടക്കയിൽ നിന്ന് ഇന്നലെ കണ്ടെടുത്തത് 32 മൃതദേഹങ്ങൾ. ചാലിയാർ ചാവുനിലം. പോത്തുകല്ലിലേക്ക് ഒഴുകിയെത്തിയ 65 മൃതദേഹങ്ങൾ നിലമ്പൂർ ആശുപത്രിയിൽ. വിട്ടു നൽകിയ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ സന്നദ്ധ സംഘടനകളുടെ സഹായവും. മുണ്ടക്കയിൽ സൈന്യമുണ്ടാക്കുന്ന ബെയിലി പാലത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിൽ. രാവിലെ 10 മണിയോടെ പാലം പണി പൂർത്തിയാകുമെന്ന് സൈന്യം. പുഴയിലെ കുത്തൊഴുക്കിനെ അവഗണിച്ചും പാലം പണി. പുഴയിലൂടെ ഫുട് ബ്രിഡ്ജ് നിർമ്മിക്കാനും ശ്രമം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വയനാട്ടിൽ. 11:30 കളക്ട്രേറ്റിൽ സർവകക്ഷി യോഗം. ഉദ്യോഗസ്ഥരുമായാണ് യോഗം. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വയനാട്ടിൽ ഇന്നെത്തും. ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിക്കും. മഴ ജാഗ്രതയിൽ സംസ്ഥാനം. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, മലപ്പുറം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. 9 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. കോഴിക്കോട് വിലങ്ങാടും തിരുവള്ളൂർ കോട്ടപ്പാറ മലയിലും മണ്ണിടിഞ്ഞു. 8 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. കക്കയം ഡാമിൽ നിന്ന് കൂടുതൽ വെള്ളം ഒഴുക്കിവിടാൻ നിർദ്ദേശം. തൃശൂരിലും കനത്ത മഴ. വെള്ളപ്പൊക്കത്തിൽ 100 കണക്കിന് കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു. പുതുക്കാട്, നെമിണിക്കര, തൃക്കൂർ, അളഗപ്പ നഗർ പഞ്ചായത്തുകളിൽ ഗുരുതര സാഹചര്യം. പീച്ചി ഡാമിന്റെ ഷട്ടറുകൾ തുറന്നതിനെ തുടർന്ന് മണലി, കുറുമാലി പുഴകൾ കര കവിഞ്ഞൊഴുകുന്നു. കരുവന്നൂർ പുഴയിലെ ജലനിരപ്പ് ഉയർന്നു. ഭാരതപ്പുഴയിൽ പ്രളയ മുന്നറിയിപ്പ് നൽകി കേന്ദ്ര ജല കമ്മീഷൻ.